ഹരി ഓം 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 ഹരി ഓം. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരി ഓം 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 ഹരി ഓം. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. ഹരിയുടെ കാലിൽ വീഴാതാർക്കും പരിതാപാഗ്നി ശമിക്കില്ല. നിത്യം ഗുരുവെ വണങ്ങാതാർക്കും നിർവാണ സുഖം കിട്ടില്ല. നിർവാണ സുഖം കിട്ടില്ല. ഹരി ഓം 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 ഹരി ഓം. പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിയാൽ കാണുന്നൊരു പ്രതിഭാസം. ഒരു കല്ലെടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടാൽ അതിൽ നിന്ന് ബബിള് വരും. ഒരു ആക്ഷൻ ഉണ്ടാകുമ്പം അതിൽ നിന്നൊരു റിയാക്ഷൻ ഉണ്ടാവും. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം അനുഭവങ്ങളുമായി നമ്മൾ അനുഭവിച്ചുകൊണ്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഏറ്റുമുട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് ഒരു വെള്ളമായി നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, അനുഭവങ്ങളൊക്കെ ഒരു കല്ലായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, അനുഭവങ്ങളാകുന്ന കല്ലുകൾ മനസ്സാകുന്ന വെള്ളത്തിൽ വീഴുമ്പോൾ മനസ്സ് എന്തു ചെയ്യും? ബബിളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ബബിൾ എന്ന് പറഞ്ഞാൽ, കുമിളകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം റിയാക്ഷൻസ്, പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോരുത്തരുടെയും പ്രതികരണം, നമ്മൾ ഇത്രയും ആളുകളുണ്ടല്ലോ, ഒരേ അനുഭവത്തിൽ എല്ലാവരും ഒരുപോലെയാവോ പ്രതികരിക്കുക? ആണോ? അതെന്താ ഈ വൈവിധ്യങ്ങൾ വരുന്നത്? നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇപ്പം നിങ്ങളെ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെയാവോ കൊതുകിനോട് പ്രതികരിക്കുന്നത്? അല്ല. ആയിരിക്കുമോ? അല്ല. ചില ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും നെഗറ്റീവായിട്ട്, ചിലർ സാവകാശം റിയാക്ട് ചെയ്യും, ചിലർ വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. ഇങ്ങനെ നമുക്ക് കാണാം. ഒരിക്കൽ ഒരു ബസ്സിൽ നിറയെ ആളുകളുണ്ട്. ഒരാൾ മറ്റൊരാളെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അയാളെ ചവിട്ടി. സ്വാഭാവികമാണ്, അമ്പലത്തിലും ബസ്സിലൊക്കെ ചവിട്ടുകളുണ്ടാവും. ആ ചവിട്ട് കിട്ടിയ ആൾ ഉടനെ തന്നെ പ്രതികരിച്ചു. തനിക്കെന്താ മുഖത്ത് കണ്ണില്ലേ ചോദിച്ചു. കണ്ടില്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട്. അദ്ദേഹം പറഞ്ഞു, സോറി സാറിന്. ആര്? ചവിട്ടിയാളാണ്. സോറി സാർ, അറിയാതെ പറ്റിപ്പോയതാണ്. എന്ത് സോറി? ചവിട്ടി കഴിഞ്ഞിട്ടാണോ സോറി പറയാം? ഓരോ ഒന്ന് രാവിലെ കയറി വന്നിരിക്കണോ മറ്റുള്ളവരെയും കൂടി ഉപദ്രവിക്കാനായിട്ട് എന്നൊക്കെ ഇയാളിങ്ങനെ പെറുപിറുക്കാൻ തുടങ്ങി. അപ്പം മറ്റാളൊന്നും പറയാതിരുന്നപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, വിടൂ, നിങ്ങൾ രാവിലെ തന്നെ ബഹളം ഉണ്ടാക്കാതെ. അയാളൊരു നല്ല മനുഷ്യനാണ്, കുറേ കാലമായിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. എന്ത് നിങ്ങൾക്കറിയാം? നിങ്ങളെ നാട്ടുകാരുടെ മുഴുവൻ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടോ? ആരുടെ നേരെ? കണ്ടക്ടറുടെ നേരെ. അങ്ങനെ കുറേ ദേഷ്യപ്പെട്ടിട്ട് ആണോ ഇല്ലാത്ത ഒരു വർഗം ബാഗും കക്ഷത്തിൽ വെച്ചുകൊണ്ട് വരും, എന്നിട്ട് ബാക്കിയുള്ളവരെ ചവിട്ടും. ഇങ്ങനെയൊക്കെ ഓരോ, ഇവരൊക്കെ എവിടുന്നാവോ ജനിച്ചു വന്നത്? ഇങ്ങനെയൊക്കെ കുറേ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പം ഈ ദേഷ്യപ്പെട്ട ആൾ ഇറങ്ങിയ അതേ സ്ഥലത്താണ് മറ്റാളും ഇറങ്ങിയത്. പോരെ? അപ്പോൾ ദേഷ്യപ്പെട്ട ആൾ നോക്കി,
ഈ ചങ്ങാതി ഇപ്പം എങ്ങോട്ടാവോ? അപ്പോൾ ഈ ദേഷ്യപ്പെട്ട ആൾക്ക് പോകേണ്ടത് തഹസിൽദാർ ഓഫീസിലേക്കാണ്, മറ്റാൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോഴേക്കും ഇയാളുടെ മനസ്സ് പെടയാൻ തുടങ്ങി. ഇയാൾ വന്നത് വല്ല പേപ്പർ നേരെയാക്കാണോ അവിടുത്തെ വല്ല ഉദ്യോഗസ്ഥനാണോ? ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇദ്ദേഹത്തിന് മനസ്സിലായി അപകടമായി പറഞ്ഞതെന്ന്. ഉടനെ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാന്ന്? രാവിലെ തന്നെ ജോലി ഉണ്ടല്ലോ, ജോലിക്ക് പോവുകയാണ്. അപ്പം മറ്റാൾക്ക് ചോദിക്കാൻ ഒരു ഇത്, കാരണം ഇയാൾ അങ്ങനെയൊന്നും ഉത്തരം പറഞ്ഞില്ലല്ലോ. അവിടെ ചെന്ന് പേപ്പറൊക്കെ കൊടുത്ത്, ഈ മനുഷ്യനാണ് തഹസിൽദാരേ, പോരെ. ഉടനെ അദ്ദേഹത്തിനെ കൈകൂപ്പി തൊഴുത് പറഞ്ഞു, ഞാൻ അറിയാതെ പറഞ്ഞതാണ്, അവിവേകാണ്, ക്ഷമിക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മറ്റാൾ പറഞ്ഞു, ഇതൊന്നും മാറ്റാൻ സാധ്യമല്ല. അതെന്തുകൊണ്ടാണ് മാറ്റാൻ സാധിക്കാത്തത്? കാരണം പ്രതികരിക്കുന്നത്, വളരെ ശ്രദ്ധിക്കണേ, 3 പേര് ചേർന്നിട്ടാണ്: ചിത്തം, ബുദ്ധി, മനസ്സ്. ചിത്തം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ കലവറയാണ്. നിങ്ങൾ എന്തറിവാണോ ആർജിച്ചെടുത്തത്, ആ അറിവാണ് നമ്മളൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരിക. അത് ബുദ്ധിയോട് പറയും എങ്ങനെ പ്രതികരിക്കണമെന്ന്. ബുദ്ധി ഉടനെ അതിനെ ആർക്ക് കൊടുക്കും? മനസ്സിന് കൊടുക്കും. അതായത് മനസ്സ് പ്രതികരിക്കും. മനസ്സ് പ്രതികരിക്കാൻ പ്രേരണ കൊടുക്കുന്നത് ബുദ്ധി. ബുദ്ധിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള അറിവ് കൊടുക്കുന്നത് ചിത്തം. അപ്പം നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കുന്ന അറിവിനനുസരിച്ചേ നമുക്ക് നല്ല രീതിയിൽ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അപ്പം ചിലർ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ അർത്ഥം? അവരുടെ ചിത്തത്തിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കാനുള്ള വേണ്ടത്ര അറിവ് അവർ നേടിയിട്ടില്ല, അതവർ കൈവരിച്ചിട്ടില്ല. നിങ്ങൾ ഹിരണ്യകശിപുവിനെയും പ്രഹ്ലാദനെയും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹിരണ്യകശിപു പെട്ടെന്ന് ക്ഷോഭിതനാണ്. എന്നാൽ പ്രഹ്ലാദനോ, അച്ഛൻ വേണ്ടത്ര വേദനിപ്പിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും ആ കുട്ടിയുടെ മനസ്സ് നെഗറ്റീവായി പ്രതികരിച്ചില്ല. എന്താ വ്യത്യാസം? ഒരാൾ ഭൗതികമായ അറിവിൽ നിൽക്കണു, മറ്റൊരാൾ ആത്മീയമായ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്, ഒരു കുമിള വരണമെങ്കിൽ വെള്ളമുണ്ടായിരിക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നും വരില്ല. നിങ്ങളിൽ ആത്മീയമായ അറിവ് ഇല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും പോസിറ്റീവായി പ്രതികരിക്കാൻ സാധ്യമല്ല. അപ്പം നമ്മൾ ചിത്തത്തിൽ നല്ലവണ്ണം, ഇതൊരു കമ്പ്യൂട്ടർ പോലെയാണ്. നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് പ്രോഗ്രാം കിട്ടുന്നത്? അതിലാദ്യം ലോഡ് ചെയ്തത് ഇങ്ങോട്ട് വരുള്ളൂ അല്ലേ? നമ്മുടെ വീട്ടിലുള്ള സാധനം അല്ലാത്തൊരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ഈ അറിവ് നേടിയെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആര് പറഞ്ഞോളും? ചിത്തത്തിൽ പെട്ടെന്ന് വരും, അത് ബുദ്ധി കണക്ട് ചെയ്യും. ബുദ്ധി ഉടനെ മനസ്സിനോട് പറയും, ക്ഷമിച്ചിരിക്കും, വിട്ടേക്കും എന്ന്. അവിടെ പറയുമ്പോഴേക്കും നമ്മുടെ മനോഭാവത്തിലെ, ആറ്റിറ്റ്യൂഡിലെ മാറ്റം വരില്ലേ? ഉണ്ടോ ഇല്ലയോ? അതാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. ഒരു ശിഷ്യൻ, നല്ല ജിജ്ഞാസുവായിട്ടുള്ള ആൾ, ഒരു ഗുരുവിനെ അന്വേഷിച്ചു ചെന്നു. ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരുവിനെ നമസ്കരിച്ചു. എനിക്ക് വിദ്യ പറഞ്ഞു തരണമെന്ന്, ആത്മീയ വിദ്യ പറഞ്ഞു തരണമെന്ന്. അപ്പോൾ ഗുരു കണ്ണിലേക്ക് നോക്കി, ഇത്ര ജിജ്ഞാസയുണ്ടെന്ന്. കുറച്ചൊക്കെ ജിജ്ഞാസയുണ്ട്, മുഴുവനായിട്ടില്ല. ഗുരു പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിൻ്റെ വടക്കു ഭാഗത്ത് ഒരു നെൽവയലുണ്ട്. ആ നെൽവയലിൽ ചെന്നിട്ട് ഏറ്റവും നീളം കൂടിയ കതിര് നീ കൊണ്ടുവരണം. എന്താ വേണ്ടത്? നീളമുള്ള കതിര്. എന്നിട്ട് അപ്പോഴേക്കും ശിഷ്യൻ പോവാൻ നിൽക്കുമ്പോഴേക്കും ഒരു കാര്യം കൂടി പറഞ്ഞു, നീ വേണ്ട എന്ന് വെച്ചത് തിരിച്ചു വന്നിട്ടെടുക്കരുത്. അതായത് ഒരിക്കൽ വിട്ടത് പിന്നെ എടുത്തുകൊണ്ടുവരരുത്, അത് ഓർത്തോളണം. അങ്ങനെ ശിഷ്യൻ പോവുകയാണ്. ആശ്രമത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള വയലിലേക്ക് പോകണം. നല്ല വലിയ പാടം, നെല്ലങ്ങനെ കതിരിട്ടിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സൊക്കെ ഒരു ദൃഷ്ടി പോവുമല്ലോ. അപ്പം ആദ്യം തന്നെ ഉള്ളൊരു നെല്ല് വളരെ ഉയർന്നതാണെന്ന് തോന്നി. അതിൻ്റെ അടുത്തെത്തിയപ്പോൾ തോന്നി കുറച്ചും കൂടി അപ്പുറത്തുള്ളതാണ്. അതെടുക്കാൻ നോക്കുമ്പോഴേക്കും അതിൻ്റെ അടുത്തുള്ളത് വലുതാ തോന്നി. പിന്നെ അതിലേക്ക് പോയി, നടുവിലുള്ളതാ തോന്നി, മറ്റൊരു വശത്തുള്ളതാ തോന്നി, വേറൊരു വശത്തുള്ളതാ തോന്നി. അപ്പോഴതിൻ്റെ അടുത്തെത്തിയപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും കണക്ക് കൂട്ടൽ തെറ്റി. എന്താ കണക്ക് കൂട്ടൽ? ഏറ്റവും വലുത് കണ്ടെത്തുന്നതിന് പകരം എത്തിച്ചേർന്നത് ചെറുതിലായിപ്പോയി. അപ്പം മനസ്സ് പറഞ്ഞു, ആദ്യം കണ്ടതായിരുന്നു വലുതെന്ന്. പക്ഷേ ഗുരുവിൻ്റെ ഒരു വാക്കുണ്ടല്ലോ, ഒരിക്കൽ വിട്ടുപോയത് തിരിച്ചെടുക്കരുതെന്ന്. അവിടെ നിന്ന് പോരുകയാണ് തിരിച്ച്. ആശ്രമത്തിലേക്ക് വന്നു.
കയ്യിൽ കതിരൊന്നുമില്ല. ഉടനെ ഗുരു ചോദിച്ചു, എവിടെ പോയി കതിര്? പറഞ്ഞു, അങ്ങ് പറഞ്ഞ പോലെ വലിയ കതിര് കണ്ടു, പക്ഷെ തോന്നി അതിലും അപ്പുറത്താണ്, അവസാനം എത്തിച്ചേർന്നത് ഏറ്റവും ചെറുതിലാണ്. ഉടനെ ഗുരു പറയാണ്, ഇതാണ് ഭൗതികത എന്ന് പറയുന്നത്, ഇതാണ് ഭൗതിക വിദ്യാഭ്യാസം. അതെന്താണത്? നാം ഇത് സുഖം തരും, അത് സുഖം തരും, മറ്റത് സുഖം തരും എന്നിങ്ങനെ മനസ്സിൽ സുഖം തരും, ശാന്തി തരും, സ്വസ്ഥത തരും, സുരക്ഷിതത്വം തരും എന്നിങ്ങനെ വിചാരിച്ച് അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഇതല്ല തരിക, മറ്റൊന്നാ തരിക, ഇതല്ല തരിക, അതാ തരിക എന്ന് നമ്മൾ പോയി അവസാനം നമ്മൾ തിരിച്ചറിയും, ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നതിനൊന്നും എനിക്ക് സുരക്ഷിതത്വം തരാൻ, സുഖം തരാൻ സാധ്യമല്ല. അപ്പോഴേക്കും നമ്മൾ എവിടെ നിന്നാണോ അന്വേഷണം തുടങ്ങിയത്, ഏതൊരു മനസ്സിൽ നിന്നാണോ അന്വേഷണം തുടങ്ങിയത്, ആ മനസ്സിന് പിന്നിലുള്ള ശക്തിയെ നമ്മളെല്ലാവരും വിട്ടുപോയിട്ടുണ്ടാവും. അതായത് ഏറ്റവും വലുതായ തന്നിലിരിക്കുന്ന സമ്പത്തിനെ കൈവിട്ട് ചെറുതിൻ്റെ പിന്നാലെ നമ്മളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിയിട്ടുണ്ടാവും. അതാണല്ലോ, നിങ്ങൾ പ്രായമായിട്ടുള്ളവരിലേക്ക് നോക്കൂ. പ്രായം കൂടുന്തോറും അവർക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ശാന്തിയും സ്വസ്ഥതയും കൂടുതലാണോ കുറവാണോ പൊതുവേ? എന്താ ഉത്തരം പറയാത്ത? ചുറ്റുമില്ലേ അങ്ങനെ? വളരെ സന്തോഷത്തിൽ അവർ നിൽക്കാറ്, പരമസുഖമായിട്ടു, ഇനി ഒന്നും വേണ്ട, എല്ലാം കിട്ടി. അപ്പോഴും പരാതികളാണ്, അവരില്ല, ഇവരില്ല, നോക്കാൻ ആളില്ല, ശരീരത്തിന് വയ്യ. എന്തുകൊണ്ട്? കാരണം ഇത് സുഖം തരും എന്ന് പറഞ്ഞു പോയി. പിന്നീടാണ് അവർ തിരിച്ചറിയുന്നത്, ഇതായിരുന്നില്ല സുഖം തരേണ്ടത് എന്ന്. അനിത്യം അസുഖം ലോകം, ഈ ലോകം അനിത്യമാണെന്നൊരു സത്യം നാം എന്ന് തിരിച്ചറിയുന്നോ അന്ന് നമ്മൾ ഭൗതികതയുടെ യഥാർത്ഥമായ വശം മനസ്സിലാക്കി എന്ന് പറയണം. ഇതാണ് ലോകത്തിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത്. എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ കൈവശമുള്ളത്, ഇതാണോ എനിക്ക് സുഖം തരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, നമ്മുടെ മനസ്സിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചാൽ അന്ന് നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസം മനസ്സിലാക്കി, ഇതിൻ്റെ പരിമിതി മനസ്സിലാക്കി. മനസ്സിലാവുണ്ടോ? ഇതാണ് ഭൗതിക വിദ്യ. ഗുരു വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കാൻ. ഉടനെ പറഞ്ഞു, എങ്കിൽ എനിക്ക് ശരിക്കും ആത്മവിദ്യ ഉപദേശിക്കൂ. ഇത് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിൻ്റെ കിഴക്ക് ഭാഗത്ത്, നേരത്തെ വടക്ക് ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് അവിടെ വേറൊരു സാധനം കൃഷി ചെയ്തിട്ടുണ്ട്. ചോളം എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചോളക്കൃഷി. ഇതേപോലെ നീ ഏറ്റവും വലിയ ചോളത്തെ കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. എന്ത്? ഒരിക്കൽ വിട്ടുപോയത് തിരിച്ചു കൊണ്ട്, പിന്നെ അതെടുക്കരുത്. ശിഷ്യന് മനസ്സിലായി ഒരിക്കലേ അബദ്ധം പറ്റുള്ളൂ എന്ന്. അയാൾ പോകുന്നു, വലിയ വയൽ, നിറയെ ചോളം, ചുവന്ന നിറത്തിൽ, സ്വർണ്ണ നിറത്തിൽ ആ ചോളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഇദ്ദേഹം അവിടെ ചെല്ലണു. ആദ്യത്തെ ചോളം കണ്ടപ്പോൾ തന്നെ തോന്നി ഇത് തന്നെ വലുത് എന്ന്. പിന്നെ മനസ്സിലുറപ്പിച്ചു, ഇതിനേക്കാൾ വലുത് വേറെ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയില്ല, നടുവിലേക്കോ വശങ്ങളിലേക്കോ ഒന്നും നോക്കിയില്ല. അത് പിഴുതെടുത്തു, നേരെ അതുമായി ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരു പറഞ്ഞു, മിടുമിടുക്കൻ. ഗുരുവിൻ്റെ കാൽക്കലേൽപ്പിച്ചു. ഇപ്പോൾ നിനക്ക് മനസ്സിലായി, ഏറ്റവും വലുത് ഒന്നേ ഉള്ളൂ, അതിനധികം ഒന്നും ദൂരെ പോകേണ്ടതില്ല എന്ന്. നീ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കിയില്ല, നീ ഒന്നിൽ തന്നെ മനസ്സ് വെച്ച് അത് തന്നെ വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ മുറുകെ പിടിച്ച് നീ കൊണ്ടുവന്നിരിക്കണു. ഇതിനെയാണ് ആത്മവിദ്യ എന്ന് പറയുക. അല്ലെന്ന് മനസ്സിലാവുണ്ടോ? ഒരിക്കൽ നമ്മൾ തിരിച്ചറിയാണ്, എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനേക്കാൾ വലുതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് നമ്മുടെ ഉള്ളിൽ എന്ന് സ്ഫുരിക്കുന്നുവോ അന്ന് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിച്ചാൽ, അത് മുറുകെ പിടിക്കാൻ സാധിച്ചാൽ, അതിനെ മുറുകെ പിടിക്കുന്ന വിദ്യയുടെ പേരാണ് ആത്മവിദ്യ. അപ്പം നേരത്തെ പിടിച്ചത് ഭൗതികം, ഇപ്പോൾ പിടിച്ചത് ആത്മീയം. ആ വരുന്ന സമയത്ത് തന്നെ മുഖഭാവത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താ മുഖഭാവത്തിനുള്ള വ്യത്യാസം? മുഖഭാവത്തിനുള്ള വ്യത്യാസം, നേരത്തെ നെല്ല് കൊണ്ടുവരാൻ പോയിട്ട് കൊണ്ടുവരാതിരുന്ന സമയത്ത് കയ്യിലൊന്നും ഇല്ലാത്തതിൻ്റെ ദുഃഖവും വിഷമവും ദീനതയുമായിരുന്നു. ഇന്നാണെങ്കിലോ കയ്യിലൊന്നുള്ളത് കൊണ്ട് സന്തോഷമാണ്. ആത്മവിദ്യയിലൂടെ മാത്രമേ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ, വേറെ ഒരു മാർഗവുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് രണ്ടിൻ്റെയും ആ ഒരു സാധ്യതകൾ മനസ്സിലാക്കി തന്നത്. ഭഗവാൻ ഗീതയിൽ പറയും, വളരെ വ്യക്തമായി പറയും, നാസദോ വിദ്യതേ ഭാവ
നാഭാവോ വിദ്യതേ സദാം ഉഭയോരപി ദൃഷ്ടോന്ത ത്വനയോ തത്വദർശിഭി. ഇത് രണ്ടും കാണണം. ഒന്ന് അസത്താണ്, മറ്റൊന്ന് സത്താണ്. അസത്തിനെ ഒരിക്കലും നിങ്ങൾക്ക് സത്താക്കാൻ സാധ്യമല്ല. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന, കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സാധനത്തിൽ നിന്ന് സ്ഥിരമായൊരു സുഖവും സ്ഥിരമായൊരു ശാന്തിയും സ്ഥിരമായൊരു മനോബലവും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. എന്നാൽ ഏതിൽ നിന്ന് കണ്ടെത്താം? സത്തൊരിക്കലും അസത്താവുകയില്ല, അസത്ത് സത്താവുകയില്ല, സത്ത് അസത്താവുകയില്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന സത്തായിരിക്കുന്ന ചൈതന്യത്തെ മുറുകെ പിടിക്കാൻ സാധിച്ചാൽ, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധിച്ചാൽ, നമ്മുടെ മനസ്സിൽ സുഖവും ശാന്തിയും സ്വസ്ഥതയും കണ്ടെത്താൻ സാധിക്കും. ഗീതയിലെ 5-ാമത്തെ അധ്യായത്തിൽ 22-21 ശ്ലോകങ്ങൾ അത് ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നത് നല്ലതാണ്. പറയാണ്, യേഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയേവതേ ആദ്യന്തവന്ത കൗന്ദേയ നതേഷു രമതേ ഭുതാ